എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഇട്ടിട്ട് ഞാൻ പ്രതീക്ഷിച്ച കമൻസുകളല്ല വന്നത്. എല്ലാവർക്കും അങ്ങനെ മുടി അഴിച്ചിട്ടത് ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. എല്ലാവരും പറഞ്ഞു 10 വയസ്സ് കുറവ് തോന്നുന്നു, ഇത്തിരിയും കൂടെ പ്രായം കുറഞ്ഞതുപോലെ തോന്നുന്നു, എനിക്ക് വയ്യ, ഞാനങ്ങ് പൊങ്ങി. ഞാൻ ഇടയ്ക്കൊക്കെ ഇനിയും അങ്ങനെ വരാം. താങ്ക് യു ഷൈനി കുട്ടി. പിന്നെന്താ, ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പോൾമോൻ്റെയൊക്കെ ക്യാരം ബോർഡ് ഇവിടെ പറഞ്ഞ സൊസൈറ്റി ഓർഡർ ചെയ്തെന്നൊക്കെ അതിന്ന് വന്നു. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇവന്മാർ 2-3 പോൾ പ്രായത്തിലുള്ള 2-3 പേരുണ്ട്. ബാക്കിയുള്ളവരൊക്കെ വലുതായി. പിന്നെ അത് ബാക്കി ഉള്ളവർ പ്രൈസമ്മോൻ്റെ അതിനൊക്കെ ഇച്ചിരി കൂടെ മൂത്തത് അങ്ങനെയൊക്കെ ഉള്ളു. ഇപ്പോൾ ഇവന്മാർ 3 മെയിനായിട്ടുള്ള ഇവിടുത്തെ ആൾക്കാർ. ഇന്ന് മൊത്തമായിട്ട് പറയുന്നത് രാവിലെ തൊട്ട് പോയതാണ്. അത് വരുമെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് താഴെ ഇരിപ്പാണ്. ഞാൻ പറയാം, എടാ വാടാ, കയറി വാ, നീ വല്ലതും വന്ന് ഉച്ചയ്ക്ക് കഴിക്കാനും വന്നില്ല. അവർ വരുമ്പം പോകാടാ. പിന്നെ ഒരു വിധത്തിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ലെന്നുള്ളതാണ്. രാവിലെ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയിട്ട് പിന്നെ അവന്മാർ അവിടെ തന്നെ നടക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് വന്നോണ്ടേ ഞാൻ നോക്കിയോണ്ടേ കൊച്ചിനോട് പറയുന്നതാണ്ട് ഇവിടെ ജനലിൻ്റെ അവിടെ നിൽക്കി. എന്തിനാ വണ്ടി വരുന്നോ നോക്കാൻ. ഞാൻ പറഞ്ഞു വണ്ടി വരുമ്പം വരട്ടെ, നീ കൊച്ചു പോയി അവിടെ ഇരിക്കാൻ പറഞ്ഞു. പിന്നെ ഇന്നെന്താ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നൊരു കുഞ്ഞു വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുന്നതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ പറ്റുന്നതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അങ്ങനെയൊക്കെയല്ല പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നാളി ഞാൻ പ്രീതി ചേച്ചി ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അറിഞ്ഞത്. പ്രീതി ചേച്ചി എൻ്റെ 1 ലാഖ് ആവാൻ നോക്കിയിരിക്കുന്നത്. അപ്പം ചിലർ കംപ്ലൈൻറ്റ് പറയുമോ ഞങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഇവിടെ എന്നേക്കായി നോക്കിയിരിക്കുന്ന പ്രൈസമ്മോനാണ്. അപ്പോൾ എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ട് നമ്മളുടെ 1 ലാഖ് ആവും. കുറേ നാളുകൊണ്ട് ഇത്രയും ഇങ്ങനെ നിൽക്കുക. 1 ലാഖ് ആവുമെന്ന്. ഞാൻ 1 ലാഖൊക്കെ ആവേണ്ട സമയമൊക്കെ കഴിഞ്ഞ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അതുപോലെ ഞാൻ കുറേ നാൾ കൊണ്ട് ഈ ചോളപ്പൊടി തിരക്കി നടക്കുക. ചോളപ്പൊടി ആമസോണിലൊക്കെ ഉണ്ട്. ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. അപ്പം ഇങ്ങനെ പറഞ്ഞ് എന്നും രാത്രി കിടക്കാൻ തരുന്ന റീച്ചാർജ് റീച്ചാൽ എനിക്ക് മേസ് പൗഡർ കൊണ്ടുവന്നേ. അപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇന്നലെ കൊണ്ടുവന്നു. അപ്പം ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ കുഞ്ഞ് നമ്മൾ 1-ൽ 2-ലൊക്കെ പഠിച്ച സമയത്ത് അവിടുന്ന് നമുക്ക് ഈ ചോള ഉപ്പുമാവ് കിട്ടുമായിരുന്നു. അതൊരു പ്രത്യേക ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞൊക്കെയാണ് കഞ്ഞിപ്പരിപാടി വന്നത്. അതൊന്നും നമുക്ക് തിന്നാൻ തരത്തില്ലായിരുന്നു ഈ ടിഫിൻ കൊണ്ടുവരുന്നവർക്കൊന്നും. എന്നാലും മൂട്ടിച്ച് പോയിരുന്ന് ഇങ്ങനെ ലൈനിൽ കയറിയിരുന്ന് തിന്നുമായിരുന്നു. അപ്പോൾ അത് ഇന്നലെ എന്തുവാന്നേലും റീച്ചാൻ കൊണ്ടുവന്നു. എനിക്ക് പക്ഷേ ഞാനത് ഉണ്ടാക്കിയിട്ടില്ല. ഞാനങ്ങനെ ചില വീഡിയോയിൽ നോക്കി. അപ്പോൾ അതിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്, പുട്ടുണ്ടാക്കുന്നുണ്ട്. ഇന്നെന്തായാലും ഞാനൊരു ഉപ്പുമാവ് പോലെ ഞാൻ കാണിക്കാൻ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ അല്ലല്ലോ ഞാൻ ഇന്നിടുന്നത്. പക്ഷേ ഇച്ചിരിയും കൂടെ ഒന്ന് ശരിയാവണമായിരുന്നു. ഞാൻ ഇങ്ങനെ പല വീഡിയോകൾ നോക്കിയിട്ടാണ് ഞാനതൊന്നും ചെയ്തത്. പക്ഷേ ആ ഒരു ടേസ്റ്റ് വന്നില്ല. റീച്ചാൻ കൊണ്ടുവന്നത് ഈ പൊടിപ്പിക്കുന്ന മില്ലിന്നാണ് കൊണ്ടുവന്നത്, ഇങ്ങനെ ലൂസായിട്ടുള്ളവേ. അത് ഉപ്പുമാവും പുട്ടും അല്ലാതെ പിന്നെ എന്തോ ഉണ്ടാക്കാമെന്ന് എനിക്കറിയത്തില്ല. ഇനി ഒന്ന് നോക്കണം. വേറെ വീഡിയോ യൂട്യൂബിൽ നോക്കിയേ. ഞാനുണ്ടാക്കിയിട്ട് ഇച്ചിരി എനിക്ക് വേണ്ടി ഉണ്ടാക്കിയുള്ളൂ. എന്നിട്ട് ഞാൻ എല്ലാവർക്കും ഇച്ചിരി ഓരോ സ്പൂൺ എല്ലാവർക്കും ഒന്ന് പറയാൻ, റീച്ചാനും പോളിനും പ്രൈസനും പിന്നെ ഉണ്ടാക്കിയാൽ കഴിക്കുമോയെന്നറിയാൻ. ആരും അത്ര താല്പര്യപ്പെട്ടില്ല. പുട്ടുണ്ടാക്കി നോക്കട്ടെ ഇനി. എനിക്കിങ്ങനെയൊക്കെയുള്ള ഗോതമ്പ് പുട്ട്, എനിക്ക് അരിപ്പുട്ടിനേക്കായി കൂടുതലും ഇഷ്ടം ഗോതമ്പ് പുട്ടാണ്. അതെ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉപ്പുമാവൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇവർക്കൊക്കെ നേരെ തിരിച്ചാണ്. അവരുടെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കണ്ടേ. അത് ഒന്ന് പറയാനറിയാം. നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ?
ചോളം കൊണ്ട് ചോളം പൊടി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ പറയുന്നത് ചിലപ്പോൾ ആയിരിക്കും ചിലർ സ്കിപ്പ് അടിച്ചു, അതുകൊണ്ട് ചിലർ ശ്രദ്ധിക്കത്തില്ല. ഈ ഇൻട്രോ ആകുമ്പോഴേ അവരിരിക്കും, പെടുമ്പോളെ ഇരുന്ന് പറയട്ടെ, ഞങ്ങൾ കേൾക്കുന്നില്ലെന്ന് ചിന്തിക്കും. ഞാൻ നെറ്റ് ഓഫാക്കിയില്ല, ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നു. എഡിറ്റ് ചെയ്യാൻ നേരം ചിലപ്പോൾ അങ്ങ് മറന്നു പോകും, ചിലപ്പം ഓഫാക്കും. അപ്പം രാവിലെ ഞാൻ എനിക്ക് ഈ ഉപ്പുമാവൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഈ പിള്ളേർക്ക് ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആർക്കും വേണ്ട. അപ്പം ഞാൻ രാത്രിയിലെങ്ങാനും കഴിക്കാനെങ്ങാനും ഉണ്ടാക്കുവാണെങ്കിൽ അപ്പം വന്ന് ടേസ്റ്റ് നോക്കുമ്പോൾ രണ്ടുപേർക്കും ഇഷ്ടപ്പെടും. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടാന്ന് പറയും. അപ്പം ഞാൻ എന്തു വന്നാലും ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി, കാരണം കുറേ പഴം ഇരിക്കുന്നു. അപ്പം അതുണ്ടാക്കി കഴിഞ്ഞുടനെ പിന്നെ ഇവിടെ വിധം മാറി. ചിലർ കഴിച്ചില്ല ആ ഉപ്പുമാവ്. പിന്നെ രാത്രി ഞാൻ അത്താഴം കഴിച്ചത് ഞാൻ ഉപ്പുമാവാണ്. ഇത്രയും ഉണ്ടാക്കിയിട്ട് ഓരോരുത്തർ വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പ്രൈസന് കൊടുത്തോണ്ടേ പ്രൈസൻ വേണ്ട, ഇന്ന് ഫാസ്റ്റിങ്ങാ, എനിക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇല്ല, ജയേച്ചി പറഞ്ഞതുപോലെ അമ്മമാർ മക്കളോട് പറയും കഴിച്ചില്ലെങ്കിൽ കഴിക്കണ്ടെന്നൊക്കെ, വായും കൊണ്ട് പലതും പറയും. പക്ഷേ നമ്മളത് പ്രവൃത്തിയിൽ ചെയ്യത്തില്ലല്ലോ, എന്തോ ചെയ്യും. പിന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും ആൾ. ഞാൻ പിന്നെ കാബേജ് തോരനൊക്കെ വെക്കണമായിരുന്നു. അപ്പോൾ കാബേജ് തോരൻ വെക്കാൻ ഞാൻ പിന്നെ ഉള്ളിയൊക്കെ വഴറ്റി തേങ്ങയും മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ കാബേജിൻ്റെ അകത്ത് കുറച്ച് ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇത്തിരി കൂടുതൽ കാബേജ് ഉണ്ടായിരുന്നു. അതങ്ങ് അരിഞ്ഞിട്ട് തോരൻ വെച്ചാൽ നമുക്ക് 2-3 ദിവസത്തേക്കിന് കാണുമല്ലേ. അപ്പം ഞാൻ കഴിക്കാറില്ല കേട്ടോ, തൈറോയ്ഡ് ഉള്ളതുകൊണ്ടേ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറേശ്ശെ ഒന്ന് മിക്സ് ചെയ്തു. അപ്പം നേരത്തെ ഇത്തിരി മാവ് അവിടെ ഇരിപ്പുണ്ട്. അന്നേരം വിശന്നിരിക്കുമല്ലേ, എത്രയാന്നേലും പിള്ളേരെങ്ങനെ പറഞ്ഞാലും നമ്മളമ്മമാർക്ക് മനസ്സ് തോന്നത്തില്ല. എൻ്റെ അടുത്ത് ചേച്ചി ചിലപ്പം പറയും, എടി നീ വീട്ടിലുള്ളത് കൊടുക്കണം, നീ എന്തിനാ ഇങ്ങനെ എപ്പോഴും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ പറയും, നീ അതേലും ചെയ്യത്തില്ലേ, നമ്മളങ്ങ് ചെയ്ത് കൊടുക്കും, എന്തോ ചെയ്യും. നമ്മളുള്ളിടത്തോളം കാലം നമ്മുടെ മക്കൾക്ക് നമ്മളല്ലാതെ പിന്നെ ആരാ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം സമയം കുറച്ചായി, എന്നിട്ടും ആൾ വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പം ബിസ്ക്കറ്റ് താന്ന് പറയണേ, ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ മാവ് ഇത്തിരി ഇരിപ്പുണ്ട്, എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന്. അപ്പം താഴെയാണെങ്കിൽ ഞാൻ ഭയങ്കര കൊട്ടും ഈ ഊത്തുവായനയും കൊട്ടും ബഹളവും ഒക്കെ കേൾക്കുന്നത് താഴെ. അപ്പോൾ അതെന്തോന്നൊന്ന് നോക്കുന്നത്, എന്തോ ഇന്ന് ഈ മാർവാടികളുടെ എന്തോ പ്രോഗ്രാമുണ്ട്, അതിൻ്റെ സൗണ്ടായിരുന്നു. അപ്പോൾ അതും നോക്കിക്കൊണ്ട് ആശാൻ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന്. അപ്പം ഞാൻ ഇതിൽ കുറച്ച് തേങ്ങ ലാസ്റ്റിൽ അവിടെ ഇരിപ്പുണ്ട്, അതുകൂടെ എടുത്തങ്ങ് ഇതിൻ്റെ അകത്തോട്ടങ്ങ് ഇട്ട്. അപ്പോൾ ഈ ക്യാമറയുടെ കുഴപ്പമാണെന്നോ എന്തോ, അവന് ഞാൻ ആഹാരം കൊടുത്തത് വീഡിയോയാണ് എടുത്തത്. ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കിയോണ്ടെങ്കിൽ അത് സ്റ്റക്കായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തതുപോലെ ഇരിക്കുന്നു. സ്റ്റാർട്ടിങ് ഒരു ഇച്ചിരി കിട്ടി, പിന്നെ അതങ്ങ് സ്റ്റക്കായിപ്പോയി. പിന്നെ അവിടെ റീച്ചാനും ഡാഡിയെല്ലാം നിന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവർക്കും ഡാഡി ആണെങ്കിലും രാത്രി ഫുൾ ബനിയനോടെ ഇടും. ഇപ്പം പകൽ ചൂടായതുകൊണ്ട് എല്ലാവരും സിവിൽ ഡ്രസ്സിൽ നിൽക്കുക. റീച്ചാൻ അവിടെ ഇപ്പോൾ എൻ്റെ പള്ളു പറഞ്ഞ് വീഡിയോ എടുത്തതിന്, അതുകൊണ്ട് റീച്ചാനെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം സിവിൽ ഡ്രസ്സ് ഇടാതെ നിൽക്കുമായിരുന്നു. അപ്പോൾ താഴത്തെ സൗണ്ട് കേട്ടോണ്ട് ഞാനൊന്ന് നോക്കിയതാണ് എന്തുവാന്ന്. അപ്പോൾ തുണികൾ അവിടെ കിടക്കുന്നതുകൊണ്ട് ശരിക്കും കാണുന്നില്ലായിരുന്നു. നേരത്തെ ഞങ്ങളുടെ ഈ സൊസൈറ്റിയിൽ ഇത്രയും മാർവാടികളല്ലായിരുന്നു. ഇപ്പം കൂടുതലാണ്. കാരണം ഒരാൾ വരുവാണെങ്കിൽ അവരവരുടെ സഹോദരങ്ങളെയും കൂടെ കൊണ്ടുവരും. അങ്ങനെ ഒരാൾ വന്നാൽ അടുത്ത ആളെയും കൊണ്ടുവന്ന് ഇങ്ങനെ ഇത്രയും പേരാണ്. ഇതാണ്ട് ഇപ്പോൾ അവരുടെ ഈ ഫങ്ഷൻ നടത്തിയുണ്ട് എത്ര പേരുണ്ടെന്ന് നോക്ക്. പക്ഷേ മലയാളികൾ ഇവിടെ ഇതിൻ്റെ പകുതിയുടെ പകുതിയേ ഉള്ളൂ. അല്ലാതെ ഈ മലയാളി സമാജം പോലെ ഞങ്ങളുടെ ഈ പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ഹോളുണ്ട്. അവിടെ ഈ ഓണത്തിനൊക്കെ ആണെങ്കിൽ അന്നേരം ഈ ഏരിയയിലുള്ള മലയാളികളെല്ലാം കാണുമ്പം കുറേ കാണും. ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് പ്രൈസം മോൻ ഡാളുകറി തിരക്കുന്നുണ്ട്. ഈ മോരുകറി കൊടുക്കുമ്പോൾ പറയും ഡാളുകറിയാണെന്ന് ഞാൻ ചിന്തിച്ചെന്ന് പറയും. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ ഇന്ന് എനിക്കെന്നാൽ ഇഷ്ടമല്ല, ഇവിടെ ഡാഡിക്കും അത്ര ഇഷ്ടമല്ല, ഇവന്മാർ രണ്ടിനും ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി തുമരപ്പരിപ്പ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന്, പക്ഷേ ഇതിൻ്റെ അകത്ത്
ഞാൻ മറന്നുപോയ ടൊമാറ്റോയുടെ ചേർക്കണമായിരുന്നു. അപ്പോഴേ ഒരു പുളിയും കൂടെ ഉണ്ടെങ്കിലേ ഒരു രസമുള്ളത്. അപ്പം ഞാനിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ കടുക് വറുക്കാനായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, സവാള ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇച്ചിരിച്ച് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നാട്ടിൽ നിന്ന് അനിയത്തി ഉണക്കമീൻ മത്തിയാണ് കൊടുത്തു വിട്ടത്. എനിക്ക് അതാ ഇഷ്ടം താനും. കണ്ടോ, എൻ്റെ ഈ വീഡിയോ മൊത്തത്തിൽ സ്റ്റക്കായിട്ട് കാണുക. എനിക്ക് അന്നേരം ഇത് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഇന്നാളെന്ന് പറയാൻ വർഷങ്ങളായി ഇത്തിരി ഉണക്കമീൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പെടുത്ത് ഈ പാത്രത്തിൽ വെച്ചിരുന്നു. അത് ഞാൻ കളയാതെ ആ ഉപ്പ് ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ച് അതിൻ്റെ മുകളിൽ തന്നെ ഈ മീൻ പറക്കി വെച്ചിട്ടങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന്. അപ്പോൾ ഇവിടെ ഉണക്കമീൻ ഞാനും ഡാഡിയും മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒരു 5-6 ഞാനിപ്പോൾ എടുത്ത് വറക്കാമെന്ന് വെച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് മത്തിയാണ് കൂടുതലും ഇഷ്ടം, വേറെ ഒന്നും അങ്ങനെ ഇഷ്ടമല്ല. ഒരു മീൻ ഇത് വറക്കുന്ന സ്മെല്ല് വരുമ്പം തന്നെ ഇവിടെ പോളിനൊന്നും ഇഷ്ടമല്ല. കൊച്ചവൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അവൻ ചോദിച്ചത് എന്തുവാന്ന്. ഞാൻ പറഞ്ഞു എടാ ഉണങ്ങിയ മീനാണ്. അവൻ പറഞ്ഞ് ഇച്ചിരി ഇങ്ങനെ തന്നേ നോക്കട്ടെ. ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര മുള്ളാക്കളെ, പച്ചമീൻ പോലും അവൻ തിന്നത്തില്ല, പിന്നെ ഇതെങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അന്നേരം വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇത്ര എടുത്തൊന്ന് വെള്ളത്തിടട്ടെ കുറച്ച് നേരം, കാരണം ഉപ്പ് ഭയങ്കരമായിരിക്കുമല്ലേ. അത് കഴിഞ്ഞ് എനിക്ക് താഴേന്നില്ല കാന്താരി കിട്ടിയില്ലായിരുന്നോ. അപ്പം ഇന്നിച്ചിരി സമയം കിട്ടിയോണ്ട് എനിക്ക് നേരത്തെ പഴയ മണ്ണ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വേറൊരു ചട്ടിക്കകത്ത് ഇങ്ങനെ ഇട്ടിട്ട് ആ കാന്താരി ഒന്ന് ഇതിൻ്റെ അകത്ത് എനിക്കറിയാവുന്ന പോലെ, ഇങ്ങനെയൊക്കെയാണെന്ന് പോലും എനിക്കറിയത്തില്ല, എനിക്കറിയാവുന്നതുപോലെ ഞാൻ ഒന്ന് ചെയ്ത് വെച്ച്. എന്നിട്ട് അത് തൈ വരുന്ന ഉടനെ വേറെ മാറ്റി നടാം. ഞാൻ പറയും ഞങ്ങളുടെ ഗാർഡനിൽ അത്രയും നാളായിട്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. മുളക് കാന്താരി പഴുത്തത് കൊണ്ട് ചുമന്ന കളറിൽ നിന്നത് കൊണ്ട് മനസ്സിലായി. അങ്ങനെ പറിച്ചുകൊണ്ട് വന്നേ. മീനിൻ്റെ അകത്ത് കുരുമുളക് വരട്ടണമെന്ന് പറഞ്ഞിരുന്നതാണ് ഞാൻ. പക്ഷേ ആ വേഗത്തിനിടെ അത് മറന്നുപോയി. പിന്നെ അങ്ങ് സമയമായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് വറക്കാനിട്ട്. അപ്പം എല്ലാം വെന്ത് അപ്പം അതിൻ്റെ അകത്ത് ഇത്തിരി കടുക് കൂടെ വറുത്തി ഇറക്കാമെന്ന് വെച്ച്. രാത്രിയല്ല ഉച്ചയ്ക്ക് കൊടുത്തോണ്ടേ പോളൊന്നും പറഞ്ഞില്ല, ചൂടോടായതുകൊണ്ട്. രാത്രി കൊടുത്തോണ്ട് പറയുമ്പോൾ മമ്മി ഡാള് കറി, ഞാൻ പറഞ്ഞില്ലേ ഞാനങ്ങനെ ഉപയോഗിക്കാറില്ലെന്ന്. ഞാൻ ഉച്ചയ്ക്ക് ഉണക്കമീനും ഇച്ചിരി ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു, അതും കൂട്ടിയാണ് ഞാൻ കഴിച്ചത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു മമ്മി ഇച്ചിരി കയ്പ്പ് പോലെ ഉണ്ടെന്ന്. എന്തുവാന്നോ അവന് പറയാൻ അറിയത്തില്ലായിരുന്നു. ഇത്തിരി പുളിയും കൂടെ ഒരു ഇത്തിരി ടേസ്റ്റ് വേണോ. ഞാൻ പിന്നെ ഇത്തിരി പിഴിപുളി പിഴിഞ്ഞ് ചേർത്ത് എന്നിട്ട് കൊടുത്തോണ്ടേ ആൾ പറഞ്ഞു ഇപ്പം കറക്റ്റാന്ന്. ഭയങ്കരമായിട്ട് ടേസ്റ്റ് മനസ്സിലാക്കും അവൻ. അപ്പോൾ ഇതിലെ തുമരപ്പരിപ്പ് മാത്രം ആയതുകൊണ്ടേ തേങ്ങയൊന്നും നമ്മൾ ചേർത്തില്ലല്ലേ, ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് എടുത്ത് അറിയും. അതിൽ ടൊമാറ്റോയുടെ ചേർക്കണോ. ഞാൻ ടൊമാറ്റോ എടുത്ത് വെച്ചായിരുന്നു, കുക്കറിൽ ഇടാൻ മറന്നതുകൊണ്ട് ഞാൻ ചിന്തിച്ച് കടുക് വറക്കുന്നുണ്ടേ ഇതിൽ ചേർക്കാമെന്ന്. പക്ഷെ അന്നേരവും മറന്നുപോയി. കടുക് ഇത് മാത്രമേ ചേർത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഈ പുളിയും കൂടെ പിഴിഞ്ഞ് ചേർത്തോണ്ടേ കറക്റ്റായി. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പ് ഡാള് കറി നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കാണിക്കുന്ന വീഡിയോ ഇവന്മാർ ഞാൻ പറഞ്ഞില്ലേ ടേബിൾ ടെന്നീസ് കൊണ്ടുവന്നെന്ന്. അപ്പോൾ പോൾമോൻ ഇവിടെ താഴെ ഇതൊക്കെ ചെയ്യുകയെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇപ്പം അവൻ്റെ കൂട്ടുകാരെ അയച്ചു തന്നേ ഇത്. എല്ലാവർക്കും വിജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ പോല. ഇന്ന് ഞങ്ങൾ ഇത് ടേബിൾ ടെന്നീസിന്റെ ഒരു ടേബിളാണ്. ഇത് ഞങ്ങൾ അൺബോക്സ് ചെയ്യും. പിന്നെ ഇത് ഒരു ഗാരണ്ടിൽ ഇട്ടിട്ട് ഇവിടെ കളിക്കും. അത് സുവാമ, എൻ്റെ ഫ്രണ്ട്, and the cameraman is Mehul. Hello. എല്ലാവർക്കും വിജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ പോല. നിങ്ങൾക്കറിയാം ഇത് ഞങ്ങളുടെ സൊസൈറ്റിയുടെ എന്തുവാ ടേബിൾ ടെന്നീസിന്റെ ഒരു ഞങ്ങൾ ടേബിൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് ഇത് ഡെലിവേർഡ് ആയിരുന്നു. പിന്നെ ഞങ്ങളിപ്പം ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇതെന്തോ ഉണ്ടാക്കും. പിന്നെ ഞങ്ങൾ ഗരാജിൽ ഉണ്ടാക്കും, പിന്നെ അവിടെ കളിക്കും. ഇപ്പം ഞാൻ താഴെ പ്രൈസനെ വിളിക്കാൻ പോകണേ. പോളൊക്കെ കളിച്ച് കഴിഞ്ഞ് പോളൊക്കെ ഇപ്പോൾ ട്യൂഷന് പോയി. ബാക്കി 2 പിള്ളേരോടെ നിന്ന് കളിക്കും. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ എന്നെടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.